ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 30-ാം അധ്യായം. തസ്യേതസ്യ ജനോ നൂനം ന്യായം വേദോരു വിക്രമം കാര്യമാനോ ബിബലിന വായോരിവ ഘനാവലിഹി. ബലവാനായ കാലസ്വരൂപത്താൽ പ്രാണിവർഗങ്ങളെ ബഹുവിധത്തിൽ ചലിപ്പിക്കുന്നുവെങ്കിലും ജനം കാലത്തിൻ്റെ മഹാപരാക്രമത്തെ അറിയുന്നില്ല. അങ്ങുമിങ്ങും ചലിപ്പിക്കുന്ന വായുവിൻ്റെ ശക്തിയെ മേഘം അറിയാത്തതുപോലെ വിവേകശൂന്യമായ ജനസമൂഹം കാലകലനയെ അറിയാതെ വിഷയാസക്തിയോടുകൂടെ ജീവിതത്തെ വ്യർത്ഥമായി കഴിച്ചുകൂട്ടുന്നു. യം യമർത്ഥമുപാദത്തെ ദുഃഖേന സുഖഹേതവേ തം തം ദുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ. ഈ ലോകത്തിൽ സുഖസാധനങ്ങളെന്ന ഭാവത്തോടുകൂടെ യാതൊരു ധനധാന്യ പുത്ര കളത്രാദിരൂപമായ അർത്ഥത്തെ സമ്പാദിപ്പാൻ വേണ്ടിയിട്ട് പുരുഷൻ അതിക്ലേശത്തെ അനുഭവിക്കുന്നുവോ, കാലസ്വരൂപനായ ഭഗവാൻ അതാതർത്ഥത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ പുരുഷൻ അതിനെ ഉദ്ദേശിച്ച് ഖേദിക്കുന്നു. യതദ്രുവസ്യ ദേഹസ്യ സാനുബന്ധസ്യ ദുർമതിഃ ധ്രുവാണി മന്യതേ മോഹാത് ഗൃഹക്ഷേത്ര വസൂനിജ. ജന്മാന്തരകൃത പാപകർമ്മഫലമായി ഭവിച്ചിരിക്കുന്ന വിഷയവാസന നിമിത്തം നിത്യാനിത്യ വസ്തു വിവേകമില്ലാതിരിക്കുന്ന ബുദ്ധിയോടുകൂടിയ പുരുഷൻ അല്പകാലം കൊണ്ട് നശിക്കുന്ന സ്വഭാവത്തോടുകൂടിയതും ഭാര്യാപുത്ര ബന്ധുജനങ്ങളോട് കൂടിയതുമായ ശരീരത്തെ സംബന്ധിച്ചിരിക്കുന്ന വീട്, കൃഷിസ്ഥലം, ധനങ്ങൾ എന്നീ പദാർത്ഥങ്ങൾ മോഹം നിമിത്തം ശാശ്വതങ്ങളാണെന്ന് ഇരുന്നതിനാൽ അവയുടെ നാശത്തിൽ കഠിനമായി ക്ലേശിക്കുന്നു. ജന്തുർവൈഭവയേതസ്മിൻ യാം യാം യോനിമനുവ്രജേത് തസ്യാം തസ്യാം സലഭതേ നിർവൃതിം ന വിരജ്യതേ. ജീവൻ ഈ സംസാരത്തിൽ ദേവമനുഷ്യ മൃഗപക്ഷ്യാദികളായ ഏതേതു വർഗത്തിൽ ശരീരത്തെ ധരിച്ച് ജനിക്കുന്നുവോ അതാതു വർഗത്തിൽ തന്നെ സുഖമെന്നുള്ള മോഹനിമിത്തം അതാത് ശരീരത്തിൻ്റെ പോഷണ രക്ഷണ വിഷയത്തിൽ അതിശ്രദ്ധയോടുകൂടി ഇരിക്കുന്നതല്ലാതെ വിരക്തിയെ പ്രാപിക്കുന്നില്ല. നരകസ്ഥോപി ദേഹം വൈ ന പുമാംസ്ത്യക്തുമിച്ഛതി നാരക്യാം നിർവൃതൗ സത്യാം ദേവമായ വിമോഹിതഃ. കൃമികീടാദികളായ ഹീനയോനികളിൽ വസിക്കുന്ന പ്രാണിയും അതിൽ സുഖമുണ്ടെന്നുള്ള അഭിമാനം നിമിത്തം ആ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഈശ്വരമായയാൽ സകല ജീവവർഗവും മോഹിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് ദൃഷ്ടാന്തം. ആത്മജായ സുധാകാര പശുദ്രവിണബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യതേ. സ്വദേഹം, ഭാര്യാപുത്രാദികൾ, ഭവനം, പശുവാദികൾ, ധനധാന്യാദികൾ, ബന്ധുക്കൾ എന്നീ പല വിഷയങ്ങളിലും ഉറച്ചിരിക്കുന്ന മനോരഥത്തോടുകൂടിയ മനുഷ്യൻ തൻ്റെ സുഖത്തിനു വേണ്ടുന്നതൊക്കെ സ്വാധീനത്തിലുണ്ടെന്നുള്ള ഭാവം നിമിത്തം തൻ്റെ ജന്മത്തെക്കുറിച്ച് സ്വയമേവ ബഹുമാനിക്കുന്നു. ഭാഗ്യത്താൽ എനിക്കൊരു കുറവുമില്ല എന്നഭിമാനിക്കുന്നു. സന്ദഹ്യമാന സർവാംഗ യേഷാം ഉദ്ദുഹനാദിന കരോത്യവിരതം മൂഢോ ദുരിതാനി ദുരാശയഃ. സ്വദേഹ ഭാര്യാപുത്ര ബന്ധുക്കളുടെ പോഷണാദികളെ നിർവഹിപ്പാനുള്ള മാർഗം കാണാത്തതിനാൽ മനോവ്യതയെ അനുഭവിച്ചും സർവാംഗം ദഹിച്ചുകൊണ്ടിരുന്നാലും കാമാദിവൃത്തികളാൽ മനസ്സ് ദൂഷിച്ചതുകൊണ്ടും മായാവിലാസത്തെ അറിയാത്തതുകൊണ്ടും നിത്യവും ദേഹ കുടുംബ പരിപാലനത്തിനു വേണ്ടി ദുരിതകർമ്മങ്ങളെ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന പാപകർമ്മങ്ങൾ നിമിത്തം പിന്നെയും ഇതിലും അധികരിച്ച ദുഃഖാവസ്ഥയിൽ പ്രവേശിപ്പാൻ ഇടവരുമെന്നുള്ള വിചാരം ഉണ്ടാകാത്തത് തന്നെ അവൻ മോഹിതനാണെന്നതിന് ദൃഷ്ടാന്തം. ആക്ഷിപ്താത്മേന്ദ്രിയ സ്ത്രീണാം അസദീനാം ജമായയാ രഹോരചിതയാ ലാഭൈ ശിശൂനാം കളഭാഷിണാം ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷ്വതന്ത്രിതഃ കുർവൻ ദുഃഖപ്രതീകാരം സുഖവന്മന്യതേ ഗൃഹീ. ഭർതൃവിശ്വാസമില്ലാത്തവരായ കുലടകൾ ഏകാന്തത്തിൽ അനുഭവിപ്പിക്കുന്ന രത്യാദി സ്വരൂപമായ മായയിൽ അകപ്പെട്ടും അവ്യക്തമായി സംസാരിക്കുന്ന ശിശുക്കളുടെ സംഭാഷണങ്ങളെ കേട്ടുകൊണ്ടും അന്ധക്കരണവും ഇന്ദ്രിയങ്ങളും അവർക്ക് അധീനമായി ഭവിക്കുന്നു. ആത്മാഭിമാനം നിമിത്തം തൻ്റെ കീർത്തിയെ പരത്തണമെന്നുള്ള വിചാരത്തിൽ അതിനുപകരിക്കുന്ന കപടപ്രവൃത്തികളെ മടികൂടാതെ ചെയ്യുന്നു. എത്ര തന്നെ കീർത്തിമാനെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും പരമാർത്ഥത്തിൽ തനിക്ക് മിക്ക സമയത്തിലും
ദുഃഖാനുഭവമല്ലാതെ സുഖാഭാസം പോലും ഇല്ലെന്ന് ആത്മാവിൽ അനുഭവപ്പെട്ടിരിക്കുന്നുവെങ്കിലും ദുഃഖങ്ങളെ നിവർത്തിക്കുവാൻ ഉപകരിക്കുന്ന ഓരോ വ്യാപാരങ്ങളിൽ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗൃഹസ്ഥൻ സുഖവാനെന്ന് അഭിമാനിക്കുന്നതല്ലാതെ വാസ്തവത്തിൽ സുഖം അവനുണ്ടാകുന്നില്ല. അർത്രൈരാപാദിതൈർഗുർവ്യ ഹിംസയേതസ്തതശ്ചതാൻ പുഷ്ണാതി യേഷാം പോഷേണ ശേഷഭുഗ്യാത്യത സ്വയം. ഏതു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിൽ നിന്നെല്ലാം ധനവും കീർത്തിയും ലഭിക്കണമെന്നുള്ള ആഗ്രഹത്താൽ ശാസ്ത്രമര്യാദയെ അതിക്രമിച്ചു നടത്തുന്ന പരോപദ്രവരൂപമായ ഹിംസാപ്രവൃത്തിയാൽ സമ്പാദിക്കുന്ന ധനങ്ങളെക്കൊണ്ട് ഭാര്യാപുത്ര ബന്ധവാദികളെ പുലർത്തുന്നു. ദാനശീലനാണ്, ഔദാര്യനിധിയാണ് എന്നൊക്കെ കേൾപ്പാനുള്ള മോഹത്താൽ അവരെയെല്ലാം പോഷിപ്പിച്ചതിൻ്റെ ഉച്ഛിഷ്ടത്തെ താനും അനുഭവിക്കുന്നു. ഇപ്രകാരം ചെയ്യുന്ന പാപങ്ങളുടെ ബലം അനുഭവിപ്പാൻ തക്ക നരകത്തിൽ മരണാനന്തരം താൻ ഏകനായിട്ട് ചെന്നുചേരുകയും ചെയ്യും. പുത്രഭാര്യാദികൾ ആരും അപ്പോൾ സഹായിപ്പാൻ ഉണ്ടാകുകയില്ല. വാർത്തായാം ലുപ്യമാനായാം ആരബ്ധായാം പുനഃ ലോഭാവിഭൂതോ നിസ്സത്വഃ പരാർത്തേ കുരുതേ സ്പൃഹാം. ഇങ്ങനെ യൗവനകാലത്തിൽ ആരംഭിച്ച പ്രവർത്തികളെല്ലാം അടിക്കടി നിഷ്ഫലങ്ങളായി വരികയും ദുരാശ വർദ്ധിക്കുകയും ശരീരശക്തി കുറയുകയും ചെയ്യുമ്പോൾ അന്യരുടെ ധനത്തെ ആഗ്രഹിച്ചു തുടങ്ങും. കുടുംബഭരണാകൽപോ മന്ദഭാഗ്യോ വൃതോദ്യമഃ ശ്രിയാവിഹീന കൃപണോ ധ്യായൻ ശ്വസിതി മൂഢധീഹി. കുടുംബങ്ങളെ പരിപാലിപ്പാൻ അശക്തനും ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ ആഗ്രഹിക്കുന്ന ബലം ലഭിക്കാത്തവനും ഭാഗ്യഹീനനുമായി വരുമ്പോൾ ധനവും ശരീരശോഭയും ഇല്ലാത്തവനാകും. മുഖത്തിൽ ദൈന്യം പ്രകാശിച്ചു കാണും. എന്നാലും ഈ സംസാരകാര്യത്തിൽ വിരക്തി വരാതെ എനിക്ക് എങ്ങനെയായ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ള ചിന്തയിൽ മുങ്ങിക്കൊണ്ടും ദീർഘശ്വാസം വിട്ടുകൊണ്ടുമിരിക്കും. ഏവം സ്വഭരണാകൽപ്പം തത്കളത്രാദയസ്തദാ നാദ്രിയന്തേ യഥാ പൂർവം കീനാശ ഇവ ഗോചരം. ഇങ്ങനെ ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന ഇവൻ മുമ്പത്തെ പോലെ ഭാര്യ പുത്രാദികൾക്ക് ധനധാന്യാദികളെ സമ്പാദിച്ചു കൊടുക്കാത്തതിനാൽ അവരെ രക്ഷിപ്പാൻ അസമർത്ഥനാണെന്നറിഞ്ഞിരിക്കുന്ന അവർ സമ്പാദിച്ചു കൊടുത്തിരുന്ന കാലത്തിൽ ഏതുവിധം ആദരിച്ചിരുന്നുവോ ആ വിധത്തിൽ ഇപ്പോൾ ആദരിക്കുന്നില്ല. ദുഷ്ടന്മാരായ കൃഷിക്കാർ പ്രവൃത്തിയെടുപ്പാൻ ശക്തിയില്ലാതെ വന്നിരിക്കുന്ന വൃദ്ധവൃഷഭങ്ങളെ എന്ന പോലെ ഭക്ഷണാദി പദാർത്ഥങ്ങൾ കൂടെ കൊടുക്കാതെ നിരാദരിക്കും. തത്രാപ്യജാത നിർവേദോ ബ്രിയമാണ സ്വയം ഹൃദൈഃ ജരയോപാത്തവൈരൂപ്യോ മരണാഭിമുഖോ ഗൃഹേ ആസ്തേവമത്യോപന്യസ്തം ഗൃഹപാലയിവാഹരൻ ആമയാവ്യപ്രദീപ്താഗ്നിർ അല്പാഹാരോൽപചേഷ്ടിതഃ വായുനോത്ക്രമദോത്താരഃ ഹവസംരുദ്ധനാഡികഃ കാസശ്വാസകൃതായാസഃ കണ്ഠേ ഗുരഗുരായതേ. ആ നിലയിലെത്തിയിട്ടും പ്രപഞ്ച വൈരാഗ്യം വരാതെയും തന്നാൽ ഭരിക്കപ്പെട്ട പുത്രാദികൾ അവജ്ഞയോടുകൂടെ നൽകുന്നതിനെക്കൊണ്ട് സ്വദേഹത്തെ ഭരിച്ചും ജര ബാധിച്ചതിനാൽ അംഗവൈരൂപ്യത്തെ പ്രാപിച്ചും മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഗൃഹത്തിൽ തന്നെയിരിക്കും. ആദരിക്കാതെ അടുത്തുകൊണ്ടുവന്നിടുന്ന ആഹാരത്തെ ശ്വാവന്ന മട്ടിൽ ഭക്ഷിക്കും. എപ്പോഴും ഓരോ രോഗവും ഉണ്ടായിരിക്കും. ആഹാരത്തെ ദഹിപ്പിക്കുവാനുള്ള ശക്തി ജഠരാഗ്നിക്കില്ലാതെ വരും. ആഹാരം അല്പം കഴിക്കും. വ്യാപാരവും അല്പമായി വരും. വായുക്ഷോഭം നിമിത്തം കൺമിഴികൾ നിലച്ചു നിൽക്കും. കഫങ്ങളുടെ വ്യാപ്തി നിമിത്തം ശ്വാസനാഡികളിൽ കൂടെ വായുസഞ്ചാരത്തിന് തടസ്സം നേരിടും. കാസശ്വാസങ്ങൾ നിമിത്തം അസഹ്യമായ ദുഃഖമുണ്ടായി വരും. കഫം കണ്ഠമാർഗത്തിൽ ഗുർഗുര ശബ്ദം ജനിപ്പിച്ചുകൊണ്ട് സംസാരിപ്പാൻ സാധിക്കാത്ത വിധത്തിൽ തടഞ്ഞു നിൽക്കും. ശയാന പരിശോചദ്ഭിഃ പരിവീത സ്വബന്ധുഭിഃ വാച്യമാനോഭിനബ്രൂതേ കാലാപാശവശംഗതഃ. ഈ നിലയിൽ കിടക്കുന്ന ആ വൃദ്ധൻ്റെ നാലു ഭാഗത്തും സ്വബന്ധുക്കൾ ദുഃഖിച്ചു കൊണ്ടിരുന്ന് അച്ഛ, അമ്മാമ, ജ്യേഷ്ഠ എന്നിങ്ങനെ വിളിക്കും. കാലപാശത്തിൽ അകപ്പെട്ടിരിക്കുന്നവനായിട്ട് അവരുടെ വിളികൾക്കു പകരം മറുപടിയൊന്നും പറയുകയുമില്ല. ഏവം കുടുംബഭരണേ വ്യാപൃതാത്മാ ജിതേന്ദ്രിയഃ മ്രിയതേ രുദതാം സ്വാനം ഉരുവേദനയാസ്തദീഃ. യൗവനത്തിലും വാർദ്ധക്യത്തിലുമുള്ള ക്ലേശത്തെ വിവരിച്ച ശേഷം മരണസമയത്തിലുള്ള ദുഃഖത്തെ പറയുന്നു. മേൽപ്പറഞ്ഞ വിധം ഭാര്യാപുത്ര ബാന്ധവാദികളായ കുടുംബത്തെ രക്ഷിപ്പാനായി ജീവിതത്തെ വ്യർത്ഥമാക്കി കഴിച്ചത് ഇന്ദ്രിയങ്ങളെ കീഴടക്കാതെ അവയ്ക്ക് അധീനനായിരുന്നതുകൊണ്ടാകുന്നു.
അതിൻ്റെ ഫലമായിട്ട് അന്ധകാരത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഈ സമയത്തിൽ ബന്ധുക്കളാണെന്ന് അഭിമാനിച്ചിരുന്ന ജനങ്ങൾ ചുറ്റും കരഞ്ഞുകൊണ്ടിരിക്കെ അസഹ്യമായ ദുഃഖത്തോടുകൂടെ മരിക്കുന്നു. ഈ അവസ്ഥയിൽ വിചാരശക്തി മുഴുവനും നശിച്ചിരിക്കയാൽ അജ്ഞാനത്തിൽ മുങ്ങിയ നിലയിലാകുന്നു. യമദൂതൗ തഥാ പ്രാപ്തൗ ഭീമൗ സരവശേഷണൗ സദൃഷ്ട്വാത്രസ്തഹൃദയഃ ശഖ്യന്മൂത്രം വിമുഞ്ചതി. അപ്പോൾ യമദൂതന്മാർ രണ്ടുപേർ സമീപത്ത് വന്നു നിൽക്കും. ക്രോധത്തെ സൂചിപ്പിക്കുന്ന വിധം കണ്ണുകളെ ഉരുട്ടി മിഴിച്ചുകൊണ്ട് ഭയങ്കരമായ സ്വരൂപത്തോടുകൂടിയിരിക്കുന്ന അവരെ കണ്ട മാത്രയിൽ ഭയം നിമിത്തം മലമൂത്രങ്ങളെയും വിസർജിക്കും. മരണസമയത്തിൽ വിചാരശക്തിയില്ലാതെ അജ്ഞാനത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ഏതുവിധമാണ് ഭയാദികൾ ഉണ്ടാകുകയെന്ന് ശങ്കിക്കേണ്ട. സ്ഥൂല വിസ്മൃതിയെ പ്രാപിച്ചാലും ആദിവാഹികം എന്നു പറയപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിൽ അധിവസിക്കുന്ന ജീവൻ യമദൂതന്മാരെ കാണുകയും ഭയപ്പെടുകയും ചെയ്യും. ഉറക്കത്തിൽ സ്ഥൂല ശരീരഭാവന ഇല്ലാതിരിക്കെ സ്വപ്നത്തിൽ വ്യാക്രാദി ദുഷ്ടജന്തുക്കളെ കണ്ടു ഭയപ്പെടുന്ന അനുഭവം ഏവർക്കും ഉണ്ടായിരിക്കുമല്ലോ. അതിനാൽ പൂർവാപര വർണ്ണനകൾ അന്യോന്യ വിരുദ്ധങ്ങളാണെന്ന് തോന്നുവാൻ അവകാശമില്ല. യാതനാദേഹ ആവൃത്യ പാശേർബദ്ധ്വാ കളേബലാത് നയതോ ദീർഘമധ്വാനം ദണ്ഡ്യം രാജഭടായത. യമദൂതന്മാർ ഈ ജീവനെ യാതനാ ശരീരത്തിൽ ബന്ധിക്കുന്നു. അവരുടെ കയ്യിലുള്ള കയറുകൾ കൊണ്ട് ബലാത്കാരേണ കഴുത്തിൽ ബന്ധിച്ചിട്ട് ലോകത്തിൽ കുറ്റക്കാരനെ രാജപുരുഷന്മാർ ചങ്ങല വെച്ചുകൊണ്ട് പോകുന്ന മട്ടിൽ ദീർഘമായ വഴിയിൽ കൂടെ കൊണ്ടുപോകും. തയോർഭിന്നഹൃദയസ്തർജനൈർജാതവേപദുഃ പതിശ്വഭിർഭക്ഷ്യമാണ ആർത്തോകം സ്വമനുസ്മരൻ. യമദൂതന്മാർ കൊണ്ടുപോകുന്ന സമയം ഭയങ്കരമായ വാക്കുകൾ പറയുന്നത് കേട്ടിട്ടുള്ള ഭയത്താൽ സർവാംഗം വിറയ്ക്കുകയും ഹൃദയം പൊട്ടിത്തകരുകയും ചെയ്യും. വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയം നായ്ക്കൾ കടിച്ചു വലിക്കും. ദുഃഖം സഹിക്കവയ്യാതെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഈ സങ്കടം അനുഭവിപ്പാൻ കാരണമായിരിക്കുന്ന താൻ ചെയ്ത പാപകർമ്മങ്ങൾ ഓരോന്നും ഓർമ്മയിൽ വരും. ക്ഷുത്രിത്പരീതോർക്കദവാനലാനിലൈഃ സന്തപ്യമാന പതിതപ്തവാലുകേ കൃച്ഛ്രേണ പൃഷ്ഠേ കശയാജതാഡിതശ്ചലത്യശക്തോഭി നിരാശ്രമോദകേ. വിശപ്പും ദാഹവും സഹിപ്പാൻ വയ്യാത്ത വിധത്തിൽ ബാധിച്ചിരിക്കും. സൂര്യരശ്മിയും കാട്ടുതീയും കൊടുങ്കാറ്റും നിമിത്തം വെന്തു പഴുത്തിരിക്കുന്ന മണൽ നിറഞ്ഞും വിശ്രമിപ്പാൻ ഒരു നിഴലും കുടിപ്പാൻ ജലവുമില്ലാത്ത മാർഗത്തിൽ കൂടെ നടന്ന് സന്താപം അനുഭവിച്ച് നടക്കാൻ വയ്യാതെ നിൽക്കുമ്പോൾ തോൽവാറുകൊണ്ട് പിൻഭാഗത്ത് യമദൂതന്മാർ ചെയ്യുന്ന അടിയേറ്റ് സങ്കടപ്പെട്ടും കൊണ്ട് ശക്തിയില്ലെങ്കിലും സഞ്ചരിക്കും. തത്ര തത്ര പതൻ ശ്രാന്തോ മൂർച്ഛിത പുനരുത്തിതഃ പദാപാബീയസാനീതസ്തമസായമസാദനം. ദുഃഖാധിക്യം നിമിത്തം അവിടവിടെ വീഴുകയും ക്ഷീണിച്ചതുകൊണ്ട് മോഹാലസ്യത്തെ അടയുകയും പിന്നെയും ഉണർന്നെഴുന്നേൽക്കുകയും അന്ധകാരം അധികരിച്ചും അതിക്ലേശത്തെ ജനിപ്പിക്കുന്ന വിധം ദുർഘടമായിരിക്കുന്ന വഴിയിൽ കൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ഈ ജീവനെ യജമാനൻ്റെ സ്ഥാനത്തേക്ക് യമദൂതന്മാർ കൊണ്ടുപോകുന്നു. യോജനാനാം സഹസ്രാണി നവതിം നവചാദ്വനഃ ത്രിഭിർമുഹൂർത്തേർദ്വാഭ്യാം വാനീത പ്രാപ്നോതി യാതനാഃ. ഇങ്ങനെ 2-3 മുഹൂർത്ത സമയത്തിനുള്ളിൽ 99,000 യോജന ദൂരമുള്ള മാർഗത്തിൽ കൂടെ സഞ്ചരിപ്പിച്ചിട്ട് യമൻ്റെ സ്ഥാനത്തിൽ പ്രാപിപ്പിക്കപ്പെട്ട ഈ ജീവൻ അവിടെ യാതനകളെ അനുഭവിക്കും. ഭൂലോകത്തിൽ നിന്ന് യമലോകത്തിലേക്ക് 99,000 യോജന ദൂരമെന്ന് സൂചിപ്പിക്കുന്നു. ആദീപനം സ്വഗാത്രാണാം വേഷ്ടയിത്യോൽമുഖാദിഭിഃ ആത്മമാം സാധനം ക്വാപി സ്വകൃത്തം പരതോ വിവ. നരലോകത്തിൽ അനുഭവിക്കുവാനുള്ള കഠിന ദുഃഖങ്ങളുടെ സ്വരൂപത്തെ സംക്ഷേപമായിട്ട് വിവരിക്കുകയാണ്. കത്തുന്ന കൊള്ളികളെ കൊണ്ട് സ്വശരീരാവയവങ്ങളെ ഏറ്റവും ദഹിപ്പിക്കുക, സ്വശരീരത്തിൽ നിന്ന് മാംസത്തെ താൻ തന്നെ അരിഞ്ഞെടുത്ത് ഭക്ഷിക്കുക, അല്ലെങ്കിൽ മറ്റൊരുവൻ അറുത്തു കൊടുക്കുന്നതിനെ ഭക്ഷിക്കുക. ജീവതശ്ചാന്ദ്രാഭ്യുദ്ധാരഃ ശുഗ്രദ്രൈര്യമസാദനേ സർപ്പവൃശ്ചികദം ശാധ്യൈർ ദശദ്ഭിശ്ചാത്മവൈശസം. യമലോകത്തിലുള്ള നായ്ക്കൾ മുതലായ മൃഗങ്ങൾ, കഴുകൻ മുതലായ പക്ഷികൾ, സർപ്പം, തേൾ, ഈച്ച എന്നീ പ്രാണിവർഗങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ഇവൻ്റെ ശരീരാന്തർഭാഗത്തിലുള്ള ആന്ത്രമാലകളെ കടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, അവയവങ്ങളിൽ കടിച്ചു മുറിവേൽപ്പിക്കുക മുതലായവ ചെയ്യുമ്പോൾ അസഹ്യവേദനയെ അനുഭവിക്കുക. കൃന്ദനം ചാവയവശോ
ഗജാദിഭ്യോ വിതാപനം പാദനം ഗിരിശൃംഗേഭ്യോ രോദനം ചാമ്പുകർത്തയോഹോ. ഓരോ അവയവങ്ങളായിട്ട് മുറിക്കുക. ആന മുതലായ ശക്തിയുള്ള മൃഗങ്ങളെ കൊണ്ട് ഈ പുരുഷൻ്റെ അവയവങ്ങളെ ഓരോന്നിനെ ഭേദിപ്പിക്കുക. പർവ്വത ശിഖരങ്ങളിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിടുക. വെള്ളത്തിൽ ബലാത്കാരേണ താഴ്ത്തി ശ്വാസം മുട്ടിക്കുക. കുഴിയിൽ താഴ്ത്തിയിട്ടടയ്ക്കുക. യാസ്താമിശ്രാന്തതാമിശ്ര രൗരവാദ്യാശ്ചയാതനാഹ ഭുങ്ക്തേ നരോ വാ നാരീ വാ മിതസംഗേന നിർമ്മിതാഹ. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം എന്നിങ്ങനെയുള്ള ഘോരങ്ങളായ നരകലോകങ്ങളിൽ ഏതേത് വിധം കഷ്ടാവസ്ഥകളുണ്ടോ അവയെ അനുഭവിക്കേണ്ടി വരുന്നു. ഇതെല്ലാം പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരുടെ വിഷയാസക്തി നിമിത്തം ഇഹലോകത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലങ്ങളായിട്ട് അവർ തന്നെ അവർക്കു സമ്പാദിച്ചു വെച്ച ശിക്ഷകളാകുന്നു. സ്വകർമ്മഫലം നരകത്തിൽ അനുഭവിക്കുന്നു എന്ന് മാത്രം. അത്രൈവ നരകസ്വർഗ ഇതി മാതപ്രജക്ഷതേ യായാതനാ വൈ നാരകൃസ്ത ഇഹ്യാബുപലക്ഷിതാഹ. അല്ലയോ മാതാവേ, ഈ വക നരകലോകങ്ങളും കഷ്ടാവസ്ഥകളും അസംഭവ്യങ്ങളാണെന്ന് ശങ്കിപ്പാൻ അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ തന്നെ നരകലോകങ്ങളിലുള്ള മഹാസങ്കടാവസ്ഥകൾ കൃമിക്രീഡാദികൾ അനുഭവിക്കുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലയോ? ഏവം കുടുംബം ബിഭ്രാണ ഉദരംബരയേവ വാ വിസൃജ്യേഹോഭയം പ്രേത്യ ഭുങ്ക്തേ തത്ഫലമീദൃശം. ഇപ്രകാരം കുടുംബത്തെയും സ്വദേഹത്തെയും പോഷിപ്പിക്കുവാൻ വേണ്ടി പാപകർമ്മങ്ങളെ ചെയ്ത പുരുഷൻ രണ്ടിനെയും ഈ ലോകത്തിൽ തന്നെ ഉപേക്ഷിച്ച ശേഷം യമലോകത്തിൽ ചെന്ന് സ്വകർമ്മദോഷങ്ങളെ മേൽ കാണിച്ച വിധം അനുഭവിക്കണം. ഏകപ്രപദ്യതേ ദ്വാന്തം ഹിത്വേദം സ്വകളേവരം കുശലേതരപാതേയോ ഭൂതദ്രോഹേണ യദ്ഭൃതം. ഈ ലോകത്തിൽ പരദ്രോഹം മുതലായ പാപകർമ്മങ്ങളാൽ ഏതൊരു കുടുംബത്തെയും സ്വദേഹത്തെയും പുലർത്തിയിരുന്നുവോ അത് രണ്ടിനെയും ഇവിടെ തന്നെ ഉപേക്ഷിച്ച ശേഷം സഹായികൾ ആരുമില്ലാതെ ഏകനായിട്ട് പാപമാകുന്ന കൈ മുതലോടുകൂടെ യമലോകത്തിൽ അന്ധകാരാവൃതമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. ദേവേനാസാദിതം തസ്യ ശമലം നിരയേ പുമാൻ ഭുങ്ക്തേ കുടുംബപോഷസ്യ ഹൃതവിത്ത ഇവാതുരഹ. കുടുംബഭരണത്തിനു വേണ്ടി ചെയ്ത പാപത്തെ കുടുംബത്തെയും സ്വദേഹത്തെയും എന്ന പോലെ അവന് ഇഹലോകത്തിൽ ഉപേക്ഷിപ്പാൻ കഴിയില്ല. അവൻ ദൈവത്തിൻ്റെ അധീനത്തിൽ ഇരിക്കുന്നവനാകുന്നു. മുതലെല്ലാം മറ്റൊരുത്തനാൽ അപഹരിക്കപ്പെട്ടതുകൊണ്ട് ദുഃഖത്തിൽ നിമഗ്നനായ ഒരുവന് മേലിൽ വേണ്ടുന്ന സമുചിത കാര്യശ്രദ്ധ നശിക്കുന്നതുപോലെ ഈശ്വരാജ്ഞയ്ക്ക് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്ന ഇവന് പാപമോചനത്തിന് ഉപകരിക്കുന്ന ഈശ്വരപാദസ്മരണയോ മറ്റുചിതമായ ഏതെങ്കിലും ഉപായമോ സ്വേച്ഛാനുസരണം സാധ്യമല്ല. അവനപ്പോൾ അവശനാണ്. അതിനാൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. കേവലേന ഹ്യധർമ്മേണ കുടുംബഭരണോത്സുകഃ യാതിജീവോന്തതാമിശ്രം ചരമം തമസപദം. അധർമ്മപ്രവൃത്തി കൊണ്ടു മാത്രം കുടുംബഭരണത്തിൽ വ്യാപരിക്കുന്ന പുരുഷൻ അന്ധകാരത്തിൻ്റെ പരമകാഷ്ഠയായിരിക്കുന്ന അന്ധതാമിശ്രത്തെ തന്നെ പ്രാപിക്കും. വിഹിത കർമാനുഷ്ഠാനദ്വാര ഭാര്യാപുത്രാദി ഭരണവും അറിഞ്ഞോ അറിയാതെയോ യാദൃച്ഛികമായി നേരിടുന്ന പാപകർമ്മങ്ങൾക്ക് അപ്പപ്പോൾ പ്രായശ്ചിത്തവും അനുഷ്ഠിക്കുന്നവർക്കുള്ള പരമലോകഗതിയിൽ കുറേശ ഭേദഗതി ഉണ്ടാകുമെന്നു സാരം. അധസ്ഥാനരലോകസ്യ യാവതീര്യാതനാദയഃ ക്രമശഃ സമനുക്രമ്യ പുനരത്ര വ്രജേച്ഛുചിഃ. മനുഷ്യജന്മം സിദ്ധിക്കുവാനുള്ള അർഹത സമ്പാദിക്കുന്നതുവരെ ശ്വാവ്, പന്നി മുതലായ ക്ഷുദ്രമൃഗാദിയോനികളിൽ ജനിക്കേണ്ടതായി വരും. ആ വക സ്ഥാനങ്ങളിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളാൽ പരിശുദ്ധി സംഭവിക്കുന്ന സമയം വീണ്ടും മനുഷ്യാവസ്ഥയെ പ്രാപിക്കും. 30-ാമത്തെ അധ്യായം സമാപിച്ചു. 31-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.